ഹായ്, നമ്മുടെ ഇന്നത്തെ ഐഡിയ ഒരു ചെറിയ ഐഡിയ ആണ്. നമുക്ക് തൊട്ടിൽ വൈൻ വളർത്താൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ ഭംഗിയായിട്ട് തൊട്ടിൽ വൈൻ മാത്രമല്ല, നമുക്ക് മണി പ്ലാന്റ് ഒക്കെ ഇതേപോലെ വളർത്താം. ഇത് വളരെ ഭംഗിയായിട്ട് നമുക്ക് ഇതേപോലെ നമുക്ക് ഷെയ്ഡിൻ്റെ അടിയിൽ മഴയില്ലാത്ത ഭാഗത്തൊക്കെ നമുക്ക് വെച്ച് വളർത്താൻ കഴിയും. ബാൽക്കണിയിൽ അതേപോലെ തന്നെ ഇൻഡോറിലും ഔട്ട്ഡോറിലൊക്കെ ഇതേപോലെ നമുക്ക് വളർത്താൻ കഴിയും. നല്ലൊരു ഐഡിയ ആണ്. വളരെ ഭംഗിയായിട്ട് നമ്മുടെ ഇത് ഇപ്പോൾ വെച്ചതാണ് നമ്മൾ. അപ്പോൾ ഇത് നന്നായിട്ട് വളർന്ന് റെഡിയായി വന്നാൽ വളരെ ഭംഗിയായിട്ട് വരും. അപ്പോൾ ഇന്ന് ഇതിൻ്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണുന്നത്. ആദ്യം നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു മരത്തിൻ്റെ കമ്പാണ്. അപ്പോൾ നല്ല ഉറപ്പുള്ള മരത്തിൻ്റെ കമ്പ് വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. അതായത് കുറേ കാലം നമുക്ക് ഈട് കിട്ടണം. അപ്പോൾ അതിനനുസരിച്ചുള്ള മരത്തിൻ്റെ കമ്പ് വേണം എടുക്കാൻ. അത് തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ അതിൻ്റെ അടിഭാഗത്ത് നമ്മൾ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് കുറച്ച് ഹോൾസുകൾ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ആ ഹോൾസിൽ നമുക്ക് ആണി ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെയുള്ള ആണി നമ്മൾ ഹോൾസിൽ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആണി അടിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹോൾസ് കൊടുത്തത്. ഇനിയിപ്പോൾ ഡ്രില്ലിംഗ് മെഷീൻ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അത് ഇതേപോലെ കുറച്ച് ആണികൾ, ഇത് 1.5 ഇഞ്ചിൻ്റെ നെയ്സ് ആണിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതേപോലെ അടിച്ച് കയറ്റിയാൽ മതി. പാതി നമ്മൾ ഉള്ളോട്ട് കയറ്റിയാൽ മതി. അപ്പോൾ ഇത് ഒരു 3 ഇഞ്ച് ഉയരം വരെ നമ്മൾ കുറച്ച് ആണികൾ ഇതിൻ്റെ അടിഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളൊരു പോട്ട് എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു പോട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്, പ്ലാസ്റ്റിക് പോട്ട്. ആ പോട്ടിൻ്റെ നടുവിൽ നമ്മുടെ കമ്പ് വെച്ചതിന് ശേഷം നമ്മൾ അതിൽ ഉറപ്പിക്കുകയാണ്, കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിക്കുകയാണ്. അപ്പോൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അടിഭാഗത്ത് കുറച്ച് 1.5 ഇഞ്ച് മെറ്റലുകളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കോൺക്രീറ്റ് മതി. കോൺക്രീറ്റ് നമ്മൾ എടുത്തത് ബേബി മെറ്റൽ, അതേപോലെ എംസാൻഡ്, സിമെൻറ്റ് എന്നിവ ചേർത്താണ്. അപ്പോൾ അത് നമ്മൾ 2:1:1 എന്ന രീതിയിലാണ് നമ്മൾ എടുത്തത്. ഒരു പാതി നമ്മൾ ആണി അടിച്ച കമ്പിന് ആണി അടിച്ച ഭാഗം വരെ നമ്മൾ കോൺക്രീറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ പോട്ടിൽ കോൺക്രീറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഈ പോട്ടൊന്ന് ഇതേപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സിമെൻറ്റ് നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ എത്തും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കമ്പ് നേരെ നിൽക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ട്രീ നേരെ നിൽക്കാൻ വേണ്ടി നമ്മളൊരു കമ്പ് കൊണ്ടത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി 24 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാം. അപ്പോൾ അത് 24 മണിക്കൂർ കഴിഞ്ഞ് ഇനി നമ്മുടെ കോൺക്രീറ്റ് നന്നായിട്ട് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നു. അത് 2-3 ദിവസമൊക്കെ നമുക്ക് വെള്ളം ഒഴിച്ച് വെക്കാം. ഇതാണ് 2 പോട്ട് വാങ്ങിയിട്ടുണ്ട് നമ്മൾ. മുകൾ ഭാഗത്തേക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്ലാന്റ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 പോട്ട് വാങ്ങിയിട്ടുണ്ട് ഇതേപോലെ. അപ്പോൾ ആ പോട്ടിന് നമുക്ക് ഹോൾസ് ഇടണം. പോട്ട് നമുക്ക് കമ്പിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഹോൾസ് ഇടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പോട്ട് ഹോൾസ് ഇടേണ്ട ഭാഗം നമ്മളൊന്ന് അടയാളപ്പെടുത്തി എടുക്കുന്നുണ്ട്. ഇനി ഇതേപോലെ ഒരു പപ്പടക്കോൽ ഉപയോഗിച്ചിട്ടാണ് നമ്മളിതിന് ഹോൾസ് തയ്യാറാക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മൾ അടയാളപ്പെടുത്തിയ ഭാഗത്ത് നമുക്ക് ഇതേപോലെ അമർത്തി കൊടുത്താൽ മതി. അത് നമുക്ക് പപ്പടക്കോലിന് പകരം നമുക്ക് ഇരുമ്പാണി ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ ഹോൾസ് തയ്യാറാക്കാം. ഇനി ടാഗ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഫിറ്റ് ചെയ്യുന്നത്. നമ്മുടെ പോട്ട് ടാഗ് വാങ്ങിയിട്ടുണ്ട്. ആ ടാഗ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിൽ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു ഭാഗത്തെ കമ്പിൽ നമ്മൾ പോട്ട് ഫിറ്റ് ചെയ്തു. അതിൻ്റെ കൂടുതലുള്ള ടാഗിൻ്റെ ഭാഗം നമ്മൾ അതിൽ കൂടെ തന്നെ ചുറ്റി ഒന്ന് കെട്ടി വെക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റുകയും ചെയ്യാം. ഇനി നമുക്ക് രണ്ടാമത്തെ പോട്ടും ഫിറ്റ് ചെയ്യാം.
ഇത് നമുക്ക് ട്രീക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ കമ്പ് എടുക്കുമ്പോൾ കുറച്ച് ഷേപ്പുള്ള, അതായത് വളവുകൾ തിരിവുകളൊക്കെ ഉള്ള ഒരു ട്രീ പോലെ തോന്നിപ്പിക്കുന്ന കമ്പ് വേണം നമ്മൾ നോക്കിയെടുക്കാൻ. ഇതൊരു ചെറിയ ടാഗ് കൂടി വാങ്ങിയിരുന്നു, അത് നമ്മൾ ഇതിൻ്റെ കൂടെ ഒന്ന് എക്സ്ട്രാ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ടാഗിൻ്റെ കൂടുതലുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇനി ഇതാ നമ്മുടെ ട്രീക്ക് നമ്മൾ വാർണിഷ് അടിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് വാർണിഷ് തന്നെ അടിക്കണമെന്നില്ല, പെയിൻറ് അടിക്കണം എന്നുള്ളവർക്ക് പെയിൻറ് അടിച്ച് കളറുകളൊക്കെ ചേഞ്ച് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ വാർണിഷാണ് അടിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മുടെ ട്രീ നിൽക്കുന്ന അടിഭാഗത്തെ പോട്ടിന് നമ്മൾ, അതായത് നമ്മൾ കോൺക്രീറ്റ് ചെയ്തതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മൾ ഇതേപോലെ ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഇതേപോലെ തന്നെ പപ്പടക്കോല് ചൂടാക്കിയതിന് ശേഷമാണ് നമ്മൾ ഹോൾസ് കൊടുക്കുന്നത്. 4 ഭാഗത്തേക്കും നമ്മൾ ഹോൾസ് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഈ ഡ്രൈനേജ് ഹോൾസാണ്. നമ്മുടെ അടിയിലെ പോട്ടിൽ നമുക്ക് ചെടികളൊക്കെ വെക്കാം. അപ്പോൾ അതിൻ്റെ വെള്ളം ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് ആ ഹോൾസ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പോട്ട് ട്രീ റെഡിയായി. അപ്പോൾ നമ്മൾ ഇനി ഇതിൽ പ്ലാന്റ് വെക്കുകയാണ്. അപ്പോൾ അടിഭാഗത്ത് നമ്മൾ ആദ്യം മുകൾ ഭാഗത്താണ് വെക്കുന്നത്. അടിഭാഗത്ത് നമ്മൾ കുറച്ച് ചിപ്സ് ഇട്ടതിന് ശേഷമാണ് നമ്മുടെ പ്രോട്ടീൻ മിക്സ് നമ്മൾ ഇതിൽ നിറയ്ക്കുന്നത്. അപ്പോൾ നിറച്ചതിന് ശേഷം നമുക്ക് ഇതിൽ നമ്മൾ ടർട്ടിൽ വൈനാണ് നമ്മൾ ഇതിൽ വെക്കുന്നത്. ടർട്ടിൽ വൈൻ തന്നെ വെക്കണമെന്നൊന്നുമില്ല, നമുക്ക് ഹാങ്കിങ് പിന്നെ പ്ലാന്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചെടികളൊക്കെ നമുക്ക് ഇതിൽ വെക്കാം. വളരെ ഭംഗിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അടിഭാഗത്ത് കോൺക്രീറ്റിന് മുകളിൽ ഇതേപോലെ പ്രോട്ടീൻ മിക്സ് നിറച്ചതിന് ശേഷം നമുക്ക് ചെടികളൊക്കെ വെക്കാം. അത് ചെറിയ, അതായത് പുല്ലുകൾ, അതേപോലെ നമുക്ക് 10 മണി 4 മണി ചെടികളൊക്കെ നമുക്ക് ഇതേപോലെ വെക്കാവുന്നതാണ്. നമ്മളിവിടെ വെക്കുന്നത് ഒരു തരം പുല്ലാണ്. അതിൻ്റെ പുല്ലിൻ്റെ പേര് എന്താണെന്ന് അറിയില്ല, ഒരു തരം പുല്ലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഐഡിയ, ഒരു ചെറിയ ഐഡിയ. നമുക്ക് തൊട്ടിൽ വൈൻ വളർത്താൻ വളരെ ഭംഗിയായിട്ട് ആർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ഐഡിയ ആണിത്. അപ്പോൾ തൊട്ടിൽ വൈൻ വളർത്താം. അതേപോലെ തന്നെ നമുക്ക് മണി പ്ലാന്റ് ഒക്കെ ഇതേ രീതിയിൽ തന്നെ നമുക്ക് വളർത്താൻ കഴിയും. ഇത് മഴയില്ലാത്ത ഭാഗത്തൊക്കെ നമ്മുടെ വീടിൻ്റെ ഷെയ്ഡുള്ള ഭാഗങ്ങളിൽ നമുക്ക് വെക്കാം. അതേപോലെ തന്നെ ഇൻഡോറിലും ഔട്ട്ഡോറിലൊക്കെ, അതേപോലെ കൂടുതൽ മഴ ഇല്ലാത്ത ഭാഗങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇത് ഭംഗിയായിട്ട് വളർത്താം. വളരെ ഭംഗിയുള്ളൊരു സംഗതിയാണ്. കമ്പുകളൊക്കെ വെച്ചിട്ട് വളരെ ഭംഗിയുള്ളൊരു ഐഡിയ ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തെത്തിക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക, ലൈക്ക് തരിക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ സ്നേഹത്തോടെ ബൈ ബൈ.